നമ്മളൊരു ടോപ്പ് വർക്ക് റൂഫിങ്ങിന്റെ വർക്ക് കഴിഞ്ഞു. അപ്പോൾ ഞാൻ അത് പറയാനല്ല വന്നത്, അതിന്റെ വീഡിയോ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അന്നേരം നമ്മൾ ഇതൊരു 10-15 വർഷം മുന്നേ ഇട്ടൊരു ഷീറ്റാണ്, ടാറ്റയുടെ ഷീറ്റാണ്. അപ്പോൾ ഷീറ്റിന് കളർ ഫെയ്ഡ് ആയിട്ടുണ്ട്. കളർ പിന്നെ ഏത് ഷീറ്റ് ഇട്ടാലും ഏത് കമ്പനി ഇട്ടാലും ഫെയ്ഡ് ആവും. അതിപ്പോൾ കമ്പനിക്കാരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, കാരണം നമ്മുടെ കാലാവസ്ഥ അങ്ങനത്താണ്. അപ്പോൾ അതുകൊണ്ടാണ്, നമ്മുടെ കാലാവസ്ഥ കൊണ്ടാണ് മെയിനായിട്ട് ഈ മഴയും വെയിലും തമ്മിലുള്ള കാലാവസ്ഥ കാരണമാണ് കൂടുതലായിട്ട് ഇത് പോകുന്നത്. പിന്നെ മലയോര പ്രദേശങ്ങളിൽ ചപ്പ് കാര്യങ്ങളെല്ലാം വീഴുന്നത് കൊണ്ടും പിന്നെ കളർ പോകുന്നുണ്ട്. ചപ്പെല്ലാം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ കളർ പോയി തുരുമ്പെടുക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇതിൻ്റെ അടിയിലോട്ടൊന്നും ഇങ്ങനെ ഈ ഭാഗത്തൊന്നും അങ്ങനെ കളർ പോയിട്ടില്ല. ഈ രണ്ട് കാരണമാണ് മെയിനായിട്ട് കളറൊക്കെ പോകാനുള്ള കാരണം. ഞാൻ അത് പറയാനല്ല, ഈ തുരുമ്പെടുക്കുന്ന പ്രശ്നമാണ്. ഈ ഷീറ്റ് തുരുമ്പെടുത്തിട്ടുണ്ട്. തുരുമ്പെടുത്തതിൻ്റെ കാരണങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ട, ഈ പാത്തി കണ്ട, ഈ ചാല് ഫുള്ളായിട്ട് തുരുമ്പ് വരും. കാണുന്നുണ്ടല്ലോ അല്ലേ? ഫുള്ള് തുരുമ്പെടുത്തു. തുരുമ്പെടുക്കാനുള്ള കാരണം പറഞ്ഞുതരാം. ഇത് കണ്ട, ഇത് ടോപ്പ് വാർപ്പാണ്. ഇവിടെ നേരത്തെ വാർപ്പുണ്ടായതാണ്. അതിവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി വരാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പ് ആടെ പിടിപ്പിച്ചിട്ടുണ്ട്, ഒരു പൈപ്പ് വീടിയാൻ പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ പിടിപ്പിക്കണ്ട. അപ്പം ഈ പിടിപ്പിച്ച ഇത് തന്നെ വെള്ളം വീഴുന്ന സ്ഥലം അല്ല, വെള്ളം വീണ സ്റ്റാർട്ടിങ് ഇതാണ്. ഇടിയ വെള്ളം വീണിട്ടില്ല. കറക്റ്റ് ആടം തൊട്ടാൻ തുരുമ്പ്, അതിന് മേലോട്ട് തുരുമ്പില്ല. അപ്പോൾ ആടന്ന് വെള്ളം വീഴുമ്പോൾ, ശക്തി വെള്ളം വീഴുമ്പോൾ ഈ വാർപ്പിന്റെ മേലെ നിന്ന് വെള്ളം വീഴുമ്പോൾ പ്രശ്നം ഇവിടെയുള്ള കച്ചറകളും എല്ലാം വീഴും. പിന്നെ മണലൊക്കെ ഇളകി വരാമല്ലോ, കണ്ടില്ല? നല്ല ഇളകിയ ഒരു കണ്ടീഷനുള്ള സംഭവം. അപ്പോൾ ഇളകി വന്നിട്ട് ഇതിലോട്ട് വീഴും. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് ഈ പാത്തി വെള്ളം ഒഴുകുന്ന ഭാഗം മെയിനായിട്ട്, അതായത് മൊത്തം തരിയായിരിക്കും. ഇത് അത്യാവശ്യം നല്ലോണം തന്നെ തുരുമ്പെടുത്ത് തന്നെ പറയാം. ഇത് ഇട്ടിട്ട് ഒരു 10-12 വർഷമായെന്ന് തോന്നുന്നത്. അപ്പം ഷീറ്റിന്റെ കംപ്ലൈന്റ് അല്ല, കമ്പനിക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പണിക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കംപ്ലൈന്റ് ആകാൻ വേണ്ടി ഈ സംഭവം, ഈ മണൽത്തരി എല്ലാം വീഴുന്നതുകൊണ്ടാണ് ഈ ഭാഗം മെയിനായിട്ട് കംപ്ലൈന്റ് തുരുമ്പെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടാറ്റ ഷീറ്റിന്റെ കുറ്റമല്ല പറഞ്ഞാട്ടാ. ഏത് ഷീറ്റ്, ടാറ്റ ഷീറ്റ് മാത്രമല്ല, നമ്മൾ പിന്നെ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു, ഏത് ഷീറ്റ് ഇട്ടാലും ഇതേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. മെയിനായിട്ട് കൂടുതൽ തുരുമ്പെടുക്കണം. പിന്നെ തുരുമ്പെടുക്കാനുള്ള സാധ്യത ഇതുണ്ട്. ഈ എഡ്ജ് കണ്ട, എഡ്ജ് മൊത്തത്തിൽ തുരുമ്പായിട്ട് ഇങ്ങോട്ട് അങ്ങ് വരെ ഇതുണ്ട്. അതിനുള്ള കാരണം ഇതേ പ്രശ്നമാണ്. ഈ പാത്തിക്കകത്തോട്ട് കച്ചറകളൊന്ന് വീഴുമ്പോൾ തെറിക്കും. അതായത് ഇങ്ങനെ ഇവിടെ വന്ന് വെള്ളം ശക്തിക്ക് വീഴുമ്പോൾ ഇത് കണ്ടില്ല, ഈ പാത്തിക്കകത്തുള്ള ഫുള്ള് പൊടിയും കച്ചറകളുമാണ്. അപ്പൊ അതിങ്ങനെ ശക്തമായി തെറിക്കും മേലോട്ട്. ഇവിടത്തേക്ക് തെറിച്ചു കഴിഞ്ഞാൽ അടിയിൽ നിന്നെല്ലാം തെറിക്കും. അപ്പൊ തെറിക്കുന്ന സ്ഥലത്തും ഇതേപോലെ തരികളും കച്ചറയും വേസ്റ്റ് വരുന്നതുകൊണ്ടാണ് ആടെയും തുരുമ്പെടുക്കുന്നത്. ഈ പാത്തി വെച്ച് കഴിഞ്ഞാലുള്ള കുഴപ്പമില്ല. പാത്തി വെച്ചില്ലെങ്കിലും വെള്ളം വീണിട്ട് തെറിക്കും. ഉയരമുള്ള സ്ഥലമാണ്, ഇത്രയും ഉയരമുള്ള സ്ഥലമാണ്. അപ്പം ഇതൊന്നും വെക്കാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പം വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതിപ്പോൾ ഏത് ഷീറ്റ് ഇട്ടാലും പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം മേലേന്ന് ഷീറ്റ് എല്ലാ വർഷങ്ങളിലും തന്നെ പരമാവധി ക്ലീൻ ആക്കാനൊക്കെ ശ്രമിക്കുക. ചപ്പൊക്കെ ഇതൊക്കെ ഈ ഷീറ്റിൻ്റെയൊക്കെ അവസ്ഥ ഉണ്ടോ? ഇതിൻ്റെ അടിയിലെല്ലാം കച്ചറയാണ്. അപ്പോൾ ഇതെല്ലാം ഒഴുകി വന്നിട്ട് വീഴും. അപ്പോൾ ഈ പാത്തി ഇത് ക്ലീനിങ് ഒന്നും നടക്കൂല, അത് വേറൊരു സത്യമാണ്. അപ്പോൾ പരമാവധി ക്ലീനിങ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ, അപ്പം നമ്മൾ വീട് അടിച്ചു വാരി വൃത്തിയാക്കുന്നില്ല, അതുപോലെ തന്നെ ഷീറ്റുകളൊക്കെ ക്ലീൻ ആക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുറേ മാറ്റം കിട്ടും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അത് ഇത് ഷെയ്ഡിൻ്റെ അടിയിലുള്ള ഭാഗം, ഇവിടെ കളറും പോയിട്ടില്ല, തുരുമ്പ് എടുത്തിട്ടില്ല, ഒരു പ്രശ്നമില്ല. ഇല്ല, ഒരു സംഭവം ഇവിടെ ഇല്ല. ഇത്രയും വർഷമായിട്ട് കളറിനൊരു മംഗലൂരും വന്നിട്ടില്ല. അങ്ങനെയുള്ള സംഭവങ്ങളാണ്. കാരണം ആ ഒരു ഒറ്റ പൈപ്പേ ഈ ഷീറ്റിനുള്ളൂ. ആ ഒരു സ്ഥലത്ത് മാത്രമാണ് തുരുമ്പെടുത്തിട്ടുള്ളത്. ഇത്രയും ഏരിയയില് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞ് വർപ്പാണ്ട് അവിടെയൊന്നുമില്ല. അപ്പൊ ആ ഒരു സ്ഥലത്ത് മാത്രമാണ് തുരുമ്പെടുത്തിട്ടുള്ളത്. അപ്പം പരമാവധി നമ്മൾ വീടൊക്കെ ക്ലീൻ ആക്കുന്ന പോലെ തന്നെ ഷീറ്റ് ക്ലീൻ ആക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ സുഖമായിട്ട് ക്ലീൻ ആക്കാൻ പറ്റുന്ന ഏരിയ ഉള്ളൂ. പിന്നെ ഇത് ടോപ്പ് ഇങ്ങനത്തെ സ്ഥലത്തൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ആരെങ്കിലും ഇതുപോലെ ഫിൽട്ടർമാരെയോ അല്ലെ അതുപോലെ കയറാൻ പറ്റുന്ന ആളുകളെയോ പിന്നെ മെനക്കെടുത്തിയ എല്ലാ വർഷവും തന്നെ 1-2 തവണ അതിന്റെ നഷ്ടം നോക്കാതെ ക്ലീൻ ആക്കുവാണെങ്കിൽ എപ്പോഴും നല്ലതായിരിക്കും. അപ്പം അങ്ങനെയൊന്ന് ശ്രദ്ധിക്കുമല്ലോ. അപ്പം ഇതൊക്കെ കൊണ്ടാണ് തുരുമ്പെടുക്കുന്നത്. പിന്നെ ഉള്ളത്, പിന്നെ കംപ്ലൈന്റും ഉണ്ട്. പണിക്കാരുടെ കംപ്ലൈന്റ് ഒക്കെ കൊണ്ട് തുരുമ്പ് വരുന്നത് കട്ടിങ്ങിന്റെ പൊടി ശരിക്കും ഫിറ്റിങ് ഇല്ലാത്തതും ക്ലീനിങ് ഒക്കെ ചെയ്യാത്തതുകൊണ്ട് തുരുമ്പ് വരും. പക്ഷെ ഇതിൻ്റെ അകത്ത് അങ്ങനെയൊന്നുമില്ല, കാരണം ഇത് കട്ടിങ് ഷീറ്റ് ഒന്നുമില്ല, ഫുൾ ഷീറ്റാണ്. ആകെ സ്ക്രൂ അടിച്ച ഇത് മാത്രമേ ഉള്ളൂ.
സ്ക്രൂ ഒക്കെ ആണെങ്കിലും അലുമിനിയം സ്ക്രൂ അടിച്ചു. അങ്ങനെയുള്ള പ്രശ്നം. പിന്നെ സ്ക്രൂ പിന്നെ അടിച്ചിട്ട് ഇത് അലുമിനിയം സ്ക്രൂ ആണ്. അലുമിനിയം സ്ക്രൂ അന്നത്തെ അലുമിനിയം സ്ക്രൂവിൻ്റെ അവസ്ഥയാണ്. കാരണം അലുമിനിയം മിക്സ് ആണ്, അതുകൊണ്ടാണ് തുരുമ്പ് വരുന്നത്. 10-12 വർഷമായി. ഏകദേശം ലീക്കില്ല. ലീക്ക് വരുമ്പോഴത്തേക്ക് ഇത് മാറണം. മാറിയില്ലെങ്കിൽ പിന്നെ പൈപ്പേലും കൊട്ടും കൂടി വെള്ളം ഇറങ്ങും. വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ പൈപ്പും കൂടി തുരുമ്പെടുക്കാൻ തുടങ്ങും. അപ്പോൾ അതിന് മുന്നേ അങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പം സംഭവം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൈപ്പൊക്കെ ഉള്ളിടത്ത് പരമാവധി ഈ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒഴിവാക്കാൻ കഴിയേണ്ടത് ഇവിടുന്ന് ഇങ്ങനെയുള്ളടത്തൊരു പിന്നെ ഇപ്പം നമ്മളെ പ്ലാസ്റ്റിക്കിന് സംഭവം കിട്ടുള്ളൂ. വെള്ള പ്ലാസ്റ്റിക്കിന് കൂട് വാങ്ങിയിട്ട് ഇതിന് കെട്ടിയാൽ മതി. ഇവിടെ കെട്ടിയിട്ട് അതിന് ഷീറ്റിന് പുറത്തോട്ട് തള്ളി വിട്ടാൽ മതി. അല്ലെങ്കിൽ PVC പൈപ്പ് കയറ്റിയിട്ട് ഇട്ടാൽ മതി. PVC പൈപ്പ് കയറ്റിയിട്ട് അതിന് പുറത്തോട്ട് ഷീറ്റിന് പുറത്തോട്ട് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും കുഴപ്പമില്ല. കാരണം ഇങ്ങനെ ടോപ്പ് വാർപ്പിൻ്റെ അടിയിൽ ഇടുന്ന ചെറിയ ഏരിയയിലും ഉണ്ടാവുള്ളൂ. ഇതിന് ടോപ്പിൽ ഫുള്ളായിട്ട് ഇടുമ്പോൾ ഈ പ്രശ്നങ്ങൾ വളരെ ചുരുക്കമാണ്. കാരണം സിമെന്റ് ഒന്നും അങ്ങനത്തെ സംഭവങ്ങളൊന്നും വരുന്നില്ല. സിമെന്റ് ഒക്കെ ഇതിന് വേറെ പ്രശ്നങ്ങളാണ്. സിമെന്റും മണലൊക്കെ. അപ്പം അതൊക്കെ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ഇവിടെ മെയിൻ പരിപാടി റൂഫിങ്ങിൻ്റെയും മറ്റ് സംഭവം വെൽഡിങ് സംബന്ധമായ വീഡിയോകൾ ചെയ്യലാണ്. വർക്കിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അങ്ങനെയുള്ള വീഡിയോകളൊക്കെ നമ്മൾ ഒത്തിരി ചെയ്യുന്നുണ്ട്. അതൊക്കെ കാണണമെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വയ്ക്കുക. അപ്പം ഇതുപോലെ ഷീറ്റ് കംപ്ലൈൻറ്റ് വന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മളെ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അപ്പം ഈ വീഡിയോയുടെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ റൂഫിങ്ങിൻ്റെ ഇത് കാണിച്ചില്ല, വീഡിയോ കാണിച്ചില്ല. ഇതുണ്ട് ഈ റൂഫിങ്ങിൻ്റെ ഫുൾ വീഡിയോ, നമ്മൾ വർക്കിൻ്റെ ഫുൾ വീഡിയോ ഡീറ്റെയിൽസ് ഒക്കെ ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, താങ്ക് യു.